പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഈ ഡൊണാൾഡ് മരിച്ചുപോയി, അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയില്ല. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ പാസ്റ്റർ വന്ന് ഭവനം സന്ദർശിച്ചപ്പോൾ മോള് പിതാവിൻ്റെ മരണസമയത്തെക്കുറിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ അത്യാവശ്യമായ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തേക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഡാഡി ആ കസേരയിൽ കൈവച്ച് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ ഡോക്ടർ വെതർഹെഡ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് തീർച്ചയായും അറിയാം. അദ്ദേഹം തൻ്റെ കരങ്ങളെ യേശുവിൻ്റെ മടിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെടിഞ്ഞു. എത്ര കൂളായിട്ടുള്ള ബന്ധമാണ് അവൻ്റെ സംസാരം. ആ രീതിയിൽ യേശുവിനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കോൾ ഹിം ആബ ഫാദർ, ഹീസ് യുവർ ആബ. നിന്റെ വീട്ടിൽ നീ അപ്പനെ എങ്ങനെ കാണുന്നോ അതുപോലെ. അല്ലെങ്കിൽ എത്ര സ്നേഹം. ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കാര്യം അവർക്ക് അപ്പനോട് പോലും സ്നേഹമില്ലാത്ത സ്റ്റേജ് ഉണ്ടായേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞതല്ല, ആസ് എ കോമൺ ഫാക്ടർ, if you can see God, Jesus, as if you're seeing your father, that is prayer. And if you talk to him, അവരോട് സംസാരിക്കുന്ന വളരെ റിയൽ ആയിട്ടുള്ള, യാതൊരു രീതിയിലും ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്കും വേണ്ടി പോകാത്ത നിലയിലുള്ള ഒരു ബന്ധം. ഇവിടെ നമ്മൾ കർത്താവ് പറയാണ്, നിന്റെ രഹസ്യത്തിലുള്ള പിതാവിനെ നീ കാണണം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്. ഇവിടെ ഈ കാര്യവും വളരെ പ്രസക്തമാണ്. അറയിൽ കടന്ന് വാതിലടച്ചെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? അറയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ഇന്നർ റൂം. നമ്മുടെ ഇംഗ്ലീഷിൽ സാധാരണ എന്താണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള, നമ്മളുടെ ബെഡ്റൂമിനോട് ചേർന്നുള്ള, നമുക്ക് ഫ്രീ ആയിട്ടുള്ള, അത് നമ്മൾ ലോകത്തെ കാണിക്കുന്ന ഒരു റൂമല്ല. ഏത് നമ്മളുടെ ഡ്രസ്സെല്ലാം കൂടെ കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതെപ്പോഴും നമ്മൾ നീറ്റായിട്ട്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അവർ പ്രൈവറ്റ് റൂം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ബെഡ്റൂം. നിന്റെ ബെഡ്റൂമിൽ കടന്ന് എന്ന് പറയുക. നമ്മുടെ ബെഡ്റൂമിൽ കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ റൂമിലായിരിക്കുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണോ, അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കീറലുണ്ടോ എന്നൊക്കെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരിക്കും. കാര്യം ഇത് ഞാൻ തന്നെയല്ല കാണുന്നത്, നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ, ഇല്ലേ? പക്ഷേ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അത് സ്വാധീനിക്കും. അയ്യോ, ഈ ചുളുങ്ങിയ ഷർട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നല്ല നമ്മൾ ചിന്തിക്കുമോ? ഇല്ല. ബിക്കോസ് അവിടെ ഞാൻ മറ്റുള്ളവരെ അറിയുന്നില്ല, കാണുന്നില്ല, അവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞ ഇതിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നാൽ നിങ്ങൾ എങ്ങനെ ഫ്രീ ആയിരിക്കുമോ, നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എത്രത്തോളം ഫ്രീഡം അനുഭവിക്കുന്നോ, അത്രത്തോളം ഫ്രീഡം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുണ്ടാകണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു എക്സ്പ്രഷനുമില്ല, യാതൊരു കാര്യങ്ങളുമില്ല. ഇനി ഈ പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രഹസ്യ പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥന എന്നൊക്കെ വേർതിരിക്കേണ്ട കാര്യം പോലുമില്ല. ഒരു പരസ്യ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഏത് സ്റ്റേജിലേക്ക് വരികയാണെന്നറിയാമോ? എൻ്റെ ബെഡ്റൂമിലേക്ക് കയറിയ പോലെ ആയിത്തീരുകയാണ്. അവിടെ പിന്നെ എന്നെ ചുറ്റുമിരിക്കുന്നവരില്ല, അവർക്ക് വേണ്ടി ഞാൻ വാക്കുകൾ പരതിയെടുക്കുന്നില്ല, ഡിക്ഷണറി തപ്പുന്നില്ല, പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നില്ല, അവരെ പ്രസാദിപ്പിക്കാൻ ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു കോൺഗ്രിഗേഷനിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ അവിടെ ഞാനും സ്വർഗസ്ഥനായ പിതാവും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം. നിന്റെ റിലേഷൻ, പിതാവ് എന്നുള്ള ബന്ധം, യജമാനൻ എന്ന ബന്ധത്തിനപ്പുറത്ത് എന്താണ്? ഹീസ് യുവർ ഫാദർ. നിന്റെ പിതാവ് എന്നുള്ള ബന്ധത്തോടുകൂടെ കൂളായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. നിന്റെ ഹൃദയം പകരണം. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? സങ്കീർത്തനക്കാരൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല. അവൻ ഭയങ്കര ഫ്രീ ആണ്. ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അത് മുഴുവൻ വിളിച്ച് പറയുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പോയി പറയാൻ പോലും ആർക്കും മടിയില്ല. സങ്കീർത്തനക്കാരന് മടിയില്ല. കാര്യം അവൻ്റെ ഹൃദയത്തിൽ തോന്നിയത് അതാവൻ പറഞ്ഞത്. അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അവൻ കള്ളത്തരം പറഞ്ഞില്ല.
നമ്മുടെ പ്രശ്നം ദൈവത്തിന്റെ സന്നിധി പോലും നമ്മൾ കള്ളത്തരം പറയുന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയം പകരുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവസന്നിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിലും ആ കയ്പ് ഇറക്കി വെക്ക്. ഇവിടെ സങ്കീർത്തനക്കാരൻ അവനെ ശപിക്കാനാണ് തോന്നിയത്. ശപിക്കാൻ തോന്നിയപ്പോൾ അവൻ്റെ അടുത്ത് എന്ന് ശപിച്ചില്ല, ആരുടെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അവൻ്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ. എനിക്ക് അതുപോലെ അവനോട് ദേഷ്യമുണ്ട്. അവൻ്റെ ദേഷ്യം അവൻ എവിടെ ഇറക്കി വെച്ചു? ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവൻ്റെ കയ്പുകൾ അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവൻ്റെ വിഷാദങ്ങൾ അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവൻ്റെ സന്തോഷം അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. ഹൃദയം പകരുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ടാണ് എബ്രായ കവിതകളെല്ലാം, കവിതയെക്കുറിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ, ദീസ് ആർ പോയംസ്. ഇതെല്ലാം വാസ്തവത്തിൽ എന്താണ്? ദൈവം അവൻ്റെ ഹൃദയം അവനെ ഇറക്കി വെക്കുകയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫ്രീ ആകാനായിട്ട് നമുക്ക് കഴിയണം. ആളുകളോട് നമുക്ക് കയ്പുണ്ടാകാം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കയ്പുണ്ടെങ്കിൽ അത് മൂടിയിടരുത്. കയ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഇറക്കി വെക്കണം. അവനോട് പോയി പറയുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ മനസ്സിലെ ഫീലിങ്സ് പറ. കർത്താവിനോട് പറ, കർത്താവ് എനിക്കിതാ തോന്നുന്നത്, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമോ എന്നൊക്കെയാ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് ദേഷ്യം വരത്തില്ല എന്നൊക്കെയാ. നമ്മൾ അങ്ങനെ പറയണ്ടല്ലോ. ഹൃദയത്തിൽ തോന്നിയാൽ ദേഷ്യം തോന്നുന്നില്ലേ? എന്നാൽ പിന്നെ അത് പറയുന്നതല്ലേ നല്ലത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പയ്യൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഇതേപോലെ ഒരു സന്ദർഭം. ആ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു. അവൻ്റെ പിതാവ് പിന്നെ അളിയൻ സാംസി സാമുവൽ സാറ്, അദ്ദേഹം ഇന്ത്യ എവറി ക്രൂസൈഡിൻ്റെ ഡയറക്ടറായിരുന്നതുകൊണ്ട് ഈ മനുഷ്യന് ക്യാൻസറസ് ആയിട്ട് മരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. തന്നെയല്ല, അദ്ദേഹം അന്ന് ഇൻ്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ലെറ്റർ എഴുതി, എൻ്റെ ബ്രദറിലോ ഇതുപോലെ സുഖമില്ലാതെ കിടക്കാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിട്ടും ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഈ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ മോനെ കാണാനായിട്ട് അവിടെ ചെന്നു. അവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, അച്ഛാ, അപ്പിച്ചായി മരിച്ചു, നാച്ചുറൽ ക്യാൻസർ വന്നതല്ലേ, മരിക്കും. പക്ഷേ എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ അപ്പിച്ചായി നാം വിളിക്കുന്നത്? അപ്പിച്ചായി എന്തുകൊണ്ടാണ് മരിച്ചത്? ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാനത്? എന്നിട്ട് അതേ സമയം തന്നെ അവൻ പറഞ്ഞു, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിച്ചു, അതാരാ നിന്നോട് പറഞ്ഞു? ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ എന്നാ പറ്റും? അയ്യോ, നമുക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വൈ നോട്ട്? അയ്യോ, എല്ലാവരും പറയുന്നത് നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല മോനെ, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. ദൈവത്തോട് നിനക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് സംശയമുണ്ട്, എന്തായാലും ചോദ്യം. നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ അതെന്തുവാ? അത് പിന്നെ നമുക്കെന്തോ ബന്ധം ഇല്ലേ? അതത്ര ശരിയായ ഒരു കാര്യമാണോ? തന്നെയല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അതിനുവേണ്ടി ദൈവം കോപിക്കുമെങ്കിൽ ദൈവം ആദ്യം കോപിക്കേണ്ടത് യേശു കർത്താവിനോട്. കാര്യം കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഒരൊറ്റ ചോദ്യം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ചോദിച്ചല്ലോ, ഇല്ലേ? അപ്പൊ യേശുവിനെ ചോദിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ചാൽ എന്താ? തീർച്ചയായിട്ടും ചോദിക്കാം. അവൾ എൻ്റെ ഹൃദയത്തിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എല്ലാത്തിനും ഉത്തരം എനിക്ക് മനസ്സിലാകണമെന്നില്ല. ഉത്തരവില്ലാത്തത് കൊണ്ടല്ല, ഉത്തരം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റി നമുക്ക് ഇല്ലായിരിക്കും. ഇപ്പം 3 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, അപ്പം ഇതന്നെ ഈ പ്ലെയിനൊക്കെ മോളിൽ ചെല്ലുമ്പം താഴോട്ട് വീഴാത്ത, ഞാനാണെങ്കിൽ ഒരു കല്ലെടുത്ത് തെളിഞ്ഞപ്പോൾ വേണ്ടത് താഴോട്ട് വരുന്നത്, അതുകൊണ്ട് പ്ലെയിൻ മോളിൽ തന്നെ നിൽക്കുന്ന കണ്ടോ, ഇതന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ടെ ഞാൻ അവളെ പിടിച്ച് 2 പൊട്ടിക്കൊള്ളു. അപ്പനോടാന്നോട് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചോദിക്കുമോ? ഇല്ല. നമ്മുടെ മനസ്സിലൊരു അഭിമാനം തോന്നും, കൊച്ചു കുഴപ്പമില്ല അല്ലേ, 3 വയസ്സേ ഉള്ള അവിടെ ചോദ്യം കേട്ടില്ലയോ, ഒരു സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നും. എന്നാൽ ഞാൻ പറയുമോ, അത് മോളെ വെലോസിറ്റിയും ഉടനെ തന്നെ ഞാനുള്ള ഫിസിക്സ് എല്ലാം കൂടെ എന്തുകൊണ്ടാണ് എനർജിയുടെയും ഇതുപോലെ മൂവ്മെൻറ്റിൻ്റെയും മാസിൻ്റെയും ഇതെല്ലാം കൂടെ എനിക്ക് ശരിക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഉള്ള ഫിസിക്സ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഞാൻ ഇവളോട് എങ്ങനെയാണ് പ്ലെയിൻ ആകാശത്ത് നിൽക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. കാര്യം അത് പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകത്തില്ല. എനിക്കറിയാം, പക്ഷെ കൊച്ചിന് അറിയത്തില്ല, ഇല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് മോളെ അതെ പണ്ട് തൊട്ടേ അങ്ങനെ, പ്ലെയിൻ ഉണ്ടായപ്പോൾ തൊട്ടേ മോളിൽ പോയാൽ അവിടെ നിൽക്കും, വേറെ അതിങ്ങോട്ട് താഴോട്ട് വരത്തില്ല, അത് പണ്ട് തൊട്ടേ അങ്ങനെ. ഇത്ര ഞാൻ പറയത്തുള്ളൂ. കാര്യം കൊച്ചിന് വേറെ ഒന്നും അറിയത്തില്ല. അത് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ അതോ ഉത്തരം കൊച്ചിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ? ഉത്തരം കൊച്ചിന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇതുപോലെ ഉള്ളൂ നമ്മുടെ ഏത് ചോദ്യത്തിനും ദൈവത്തിന് ഉത്തരമുണ്ട്. പക്ഷേ ദൈവം ആ ഉത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്നതുകൊണ്ട് ദൈവം ചിലപ്പം മൗനം പാലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്ത്
കാര്യം നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, ശാപവാക്കുകൾ നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ എന്തും വരട്ടെ, ഗോ ടു ജീസസ്. കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ല്. എന്നിട്ട് പറ, കർത്താവ്, ഇതാ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഇതാ എനിക്ക് ഞാൻ ചിന്തിക്കുന്നത്. ടെൽ ഹിം. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പ്യൂരിഫൈഡ് ആകുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വി ഷുഡ് ബി പ്ലെയിൻ ആൻഡ് ട്രൂത്ത്ഫുൾ. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ലളിത മനസ്കരായിരിക്കണം, നമ്മൾ കള്ളത്തരമില്ലാത്തവരായിരിക്കണം, നമ്മൾ മനസ്സ് തുറക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മളുടെ ആവലാതികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും കയ്പും എല്ലാം തുറന്നു വയ്ക്കുന്നവരായിരിക്കണം. അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധി പോയി നമ്മളുടെ ഹൃദയത്തിൽ മറ്റൊരു കാര്യം ചെയ്യരുത്. അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ അപ്പനോട് എന്നതുപോലെ ഹൃദയത്തിൽ തോന്നുന്നത് പോയി പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഊഷ്മളമായ ബന്ധം നമുക്കുണ്ടായിരിക്കണമെന്ന് കർത്താവ് പറയാൻ കാര്യം ഇതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? പരീശനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യരുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ആരില്ല? മനുഷ്യരില്ല. ഞാനും സ്വർഗസ്വപിതാവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ അതിനി ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോലും ഞാനും എൻ്റെ സ്വർഗസ്വപിതാവും മാത്രമുള്ള അതേപോലെ ഉള്ളറയിൽ കടന്ന്, അത് കറക്റ്റായിട്ടുള്ള വാക്ക്, നിങ്ങൾ ഉള്ളറയിൽ കടന്ന്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇല്ലാത്ത, എൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലുമൊക്കെ ഒന്നുമില്ലാത്ത ഒരു നിലയിൽ ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു പിതാവിനോടുള്ള ബന്ധം, യജമാനോടുള്ള ബന്ധമൊന്നുമില്ല, പിതാവിനോടുള്ളതുപോലെയുള്ള ഊഷ്മളമായ ബന്ധത്തിൽ ദൈവസന്നിധിയിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ പ്രഥമമായ പാഠം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ അരുത്. അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, അവൻ സ്വന്തം നീതിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അബാ ഫാദർ എന്ന് വിളിക്കത്തക്ക രീതിയിൽ അത്രയ്ക്കും അടുപ്പമുള്ള നിങ്ങളുടെ സ്വന്തം പിതാവിനോടുള്ള അതേ ബന്ധത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നിൽക്കുവാനായിട്ട് കഴിയണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇനി താഴോട്ട് 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ജാതികളെ പോലെ അരുത്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്, ജാതികളെ പോലെയും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയിലെ അടുത്ത ഗ്രൂപ്പാണ്. അതായത് പരീശന്റെ പ്രാർത്ഥനയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പറയുന്നത് ജാതികളുടെ പ്രാർത്ഥനയുടെ പ്രശ്നമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരീശന്റെ പ്രാർത്ഥന പോലെ ആകരുത്, ജാതിയുടെ പ്രാർത്ഥന പോലെ ആകരുത്. ജാതികളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് അവിടെ പറയുന്നത് അവർ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം, ഡു നോട്ട് ഹീപ്പ് അപ്പ് എംപ്റ്റി വേർഡ്സ്. ജൽപ്പനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ആവർത്തനം എന്നൊക്കെയാണ്. പക്ഷേ ആവർത്തനമല്ല ജൽപ്പനം എന്ന് പറയുന്നത്. ജൽപ്പനം എന്ന് പറയുമ്പോൾ ഹൃദയത്തിലില്ലാതെ ഒരു കാര്യം പറയുന്നതാണ്. അതായത് അതിൻ്റെ വാക്കുകളല്ലാതെ അതിൻ്റെ അർത്ഥമൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഇപ്പം മന്ത്രോച്ചാരണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൊല്ലുന്നവന് തന്നെ അതിൻ്റെ അർത്ഥം എന്നാന്നുള്ളത് അറിയത്തില്ല. ഓം സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ അവനറിയാം എന്തുവാ സ്വാഹ എന്ന് പറഞ്ഞാൽ. അതറിയണമെന്ന് അവനോട്ട് നിർബന്ധമില്ല. ആ വാക്കുകളിലാണ് ശക്തി എന്ന് അവൻ ചിന്തിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇപ്പൊ സുറിയാനിലോ ലത്തീനിലോ ഒരു ചൊല്ലുകയാണ് നമ്മുടെ പള്ളിയിൽ. ചൊല്ലുന്ന അച്ഛനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തവരും ചൊല്ലുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ന് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തോ അതിനകത്ത് ആ വാക്കിനകത്ത് ശക്തിയുണ്ട് എന്ന് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ശരിക്കും അതിനകത്ത് നമ്മുടെ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രോബ്ലം. ജൽപ്പനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധരം എന്തുരുടുന്നുവെന്ന് ഹൃദയം അറിയുന്നില്ല. ഹൃദയവും ബുദ്ധിയും അഫലമാകുന്ന ഒരു സ്റ്റേജ്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വായിലൂടെ പുറത്തു വരുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് തലയിലും കയറുന്നില്ല, ഹൃദയത്തിലും വരുന്നില്ല. ഒരു മെമ്മറി ഡിസ്പ്ലേ ആ വാസ്തവത്തിൽ ജൽപ്പനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണാതെ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ വേറെ ഒരു ഹൃദയത്തിലേക്കോ തലയിലേക്കോ ഈ സാധനം വന്ന് കയറാത്ത ഒരു സ്റ്റേജ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ശരിയാണ്, ജാതികൾ അങ്ങനെ ജൽപ്പനം ചെയ്യുന്നു, നമ്മളങ്ങനെ ജൽപ്പനം ചെയ്യുന്നില്ല, നമ്മൾ ചൊല്ലുന്നു പോലും ഇല്ല, നമ്മൾ പ്രാർത്ഥന എഴുതി വായിക്കുന്നില്ല, നമ്മൾ ഇതിനെല്ലാം എതിരാണെന്ന് പറയും. അപ്പം എഴുതി വായിക്കുമ്പോൾ മാത്രമല്ല ജൽപ്പനം ഉണ്ടാകുന്നത്, കാണാതെ പഠിച്ചാലും ഇതൊക്കെ തന്നെ. ഇപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. 2 ആഴ്ച സഭായോഗത്തിന്, മിക്കവാറും സഭായോഗത്തിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന ഈ 2ാമത്തെ പ്രാർത്ഥനയൊക്കെ ചിലരുടെ കുത്തകയായിട്ടുണ്ടല്ലോ. അപ്പം അവർ തന്നെയാണല്ലോ ഈ ആഴ്ച പ്രാർത്ഥിക്കുന്ന ആൾ തന്നെ ആയിരിക്കും അടുത്ത ആഴ്ചയും പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥന നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് നോക്കണം. 2-3 വാക്കുകൾക്കും എല്ലാം വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു തന്നെയാണ് ഈ ആഴ്ചയും പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വായിക്കുന്നതിന് പകരം ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മെമ്മറിയിൽ അങ്ങ് ഫീഡ് ചെയ്തിരിക്കുകയാണ്. അതും ജൽപ്പനം തന്നെയാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കള്ളന്റെ യാചന കേട്ടുള്ള നിൻ തുല്യമില്ലാതെയോർത്തിതാ വന്നേൻ നല്ലവനെ സദയം, ഇതാ വന്നേ നല്ലവനെ സദയം. യേശുവിൻ മൂലമൻ യാചന നൽകുമൻ ആശയിൽ കെഞ്ചിടുന്നേ, നല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ